ഹലോ ഓൾ, വെൽക്കം ടു ഒപ്റ്റിമൽ ഹെൽത്ത്. എൻ്റെ പേര് രാഘവൻ, സ്ഥലം കോഴിക്കോടാണ്. ഒരു വെൽനസ് ഓൺട്രപ്രണറാണ്. നമ്മൾ ഡയബറ്റീസിൻ്റെ ഒരു സീരീസ് ഓഫ് സെഷനാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ 7ാമത്തെ സെഷൻ, 7th സെഷനാണ്. നമ്മൾ ഓൾറെഡി 6 സെഷൻ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഈ 6 സെഷൻ കേട്ടതിന് ശേഷം ഇതൊരു കണ്ടിന്യൂറ്റിയാണ്. 6ാമത്തെ സെഷൻ നമുക്ക് നിർത്തിയോടത്തും നമുക്ക് റീസ്റ്റാർട്ട് ചെയ്യാം. മസിൽസ് ലവ് ഇൻസുലിൻ, മസിൽസ് ഹെയ്റ്റ് ഗ്ലൂക്കോസ്. വൈ മസിൽസ് ലവ് ഇൻസുലിൻ, വൈ മസിൽസ് ഹെയ്റ്റ് ഗ്ലൂക്കോസ്. മസിൽസ് ആർ അഡിക്റ്റഡ് ടു ഇൻസുലിൻ എന്നാണ് പറയുന്നത്. മസിൽസിന് ഇൻസുലിനോടുള്ള എഡിക്ഷൻ, മസിൽസിന് ഇൻസുലിനോടുള്ള താല്പര്യം അമിതമാണ്. മസിൽസിന് ഇൻസുലിനോട് വളരെയധികം പ്രേമമാണെന്ന് വേണമെങ്കിൽ പറയാം. മസിൽസിന് ഇൻസുലിനെ ഭയങ്കര ഇഷ്ടമാണ്. മസിൽസ് ലവ് ഇൻസുലിൻ വെറുതെ അല്ല പറയുന്നത്. വൈ? ബിക്കോസ് മസിൽസ് ആർ അഡിക്റ്റഡ് ടു ഇൻസുലിൻ. അപ്പം ഇൻസുലിൻ നന്നായിട്ട് പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ മസിൽസിന് ആവശ്യമാണ്. കാരണം മസിലും ഇൻസുലിനും വളരെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടപ്പെടുന്ന 2 കഥാപാത്രങ്ങളാണ്. അതേസമയം മസിൽസിന് തീരെ ഇഷ്ടമില്ലാത്തൊരു സാധനമാണ് ഗ്ലൂക്കോസ്. ശരീരത്തിൽ അമിതമായിട്ട് എവിടെയെങ്കിലും ഗ്ലൂക്കോസ് ഉണ്ടെങ്കിൽ ആ ഗ്ലൂക്കോസിനെ പെട്ടെന്ന് കത്തിക്കാനുള്ള പവർ ആർക്കുണ്ട്? മസിൽസ് ഉണ്ട്. അതുകൊണ്ടാണ് മസിൽസ് ആർ ദ ലാർജസ്റ്റ് മെറ്റബോളിക് ഓർഗൻ ഇൻ അവർ ബോഡി എന്ന് വിശേഷിപ്പിക്കുന്നത്. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയ മെറ്റബോളിക് ഓർഗൻ എന്ന് പറയുന്നത് മസിൽസ് തന്നെയാണ്, യാതൊരു സംശയവും. സോ ഒരു കാര്യം മനസ്സിലാക്കുക, ഡയബറ്റിക് മാനേജ്മെൻറ്റിൽ, ഡയബറ്റിക് പ്രിവെൻഷനിൽ, ഡയബറ്റിക് റിവേഴ്സലിൽ എല്ലാത്തിലും മസിൽസിൻ്റെ റോള് വളരെയധികം നിർണായക പങ്കുണ്ടെന്ന് മനസ്സിലാക്കുക. അപ്പം ഇന്നു മുതൽ നമ്മൾ ആദ്യം ഒരു തീരുമാനം എടുക്കുക. നമ്മൾ മസിൽസിനെ വേണ്ട രീതിയിൽ ടോൺ ചെയ്യുക. മസിൽസിനെ വേണ്ട രീതിയിൽ പരിപാലിച്ച് പോഷിപ്പിച്ച് കൊണ്ട് നടന്നാൽ മസിൽസിന് ഇൻസുലിൻ ആക്ഷനെ വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കുന്നുണ്ടാവും. മസിൽസിന് അമിതമായി കെട്ടിക്കിടക്കുന്ന ഗ്ലൂക്കോസിന് കത്തിക്കാനുള്ള ശേഷിയുണ്ട്. ദെയർബൈ യു ക്യാൻ റെസ്ട്രിക്റ്റ് ഡയബറ്റീസ്, യു ക്യാൻ പ്രിവെൻറ്റ് ഡയബറ്റീസ്. ഇൻ കേസ് നിങ്ങൾ ഡയബറ്റിക് പേഷ്യൻ്റ് ആണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ പ്രമേഹ രോഗിയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് മസിൽ ലോസ് കൂടുതൽ സംഭവിച്ചു തുടങ്ങിയിട്ടുണ്ട്, ഇന്നു മുതൽ നിങ്ങൾ മസിലിനെ പ്രിവെൻറ്റ് ചെയ്യുക, മസിലിനെ ടോൺ ചെയ്ത് കൊടുക്കുക, മസ്കുലാർ വർക്കൗട്ട് കൂടുതൽ കൊടുത്തു കൊടുക്കുക. പ്രത്യേകിച്ചും ലെഗ് വർക്കൗട്ടൊക്കെ കൂടുതൽ ചെയ്യുന്ന വ്യക്തിയെ സംബന്ധിച്ച് ലെഗ് വർക്കൗട്ടാണ് ഏറ്റവും ലാർജസ്റ്റ് മസിൽ എന്ന് പറയുന്നത്. നമ്മളെ ലെഗ് മസിലാണ്. ഗ്ലൂട്ടിയസും ക്വാഡ്സും അഡക്ടറും കാഫൊക്കെയാണ് ഏറ്റവും ലാർജസ്റ്റ് മസിൽ എന്ന് പറയുന്നത്. അപ്പോൾ മസിൽസിന് നമ്മളെന്താ പറയുക, നമ്മളെ ഹോർമോൺ സിസ്റ്റത്തെയും നമ്മളെ ഇമ്മ്യൂണിറ്റിയെയും നമ്മളെ ശരീരത്തിലുള്ള ഓവറോൾ മെറ്റബോളിക് റേറ്റിനെ എല്ലാത്തിനെയും സ്വാധീനിക്കാനുള്ള ശക്തി മസിൽസിനുണ്ട്. ആൻഡ് ഓഫ് കോഴ്സ് നമുക്ക് നേരിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റാവുന്ന, നമുക്ക് നേരിട്ട് സ്വാധീനിക്കാൻ പറ്റാവുന്ന ഏക ഓർഗൻ എന്ന് പറയുന്നത് മസിൽസാണ്. നമുക്ക് വേറൊരു ഓർഗനെയോ സ്വാധീനിക്കാൻ പറ്റില്ല. ഹൃദയത്തിൻ്റെ ആരോഗ്യത്തെയോ, കരളിൻ്റെ മസിൽസിനെയോ, അല്ലെങ്കിൽ ബ്രെയിൻ മസിൽസിനെയോ, പാൻക്രിയാറ്റിക് മസിൽസിനെയോ, ലങ്സിലെ മസിൽസിനെയോ ഒന്നും നമുക്ക് നേരിട്ട് സ്വാധീനിക്കാൻ സാധിക്കില്ല. നമുക്ക് പുറമേ കാണുന്ന മസിൽസിനെ മാത്രമേ നമുക്ക് സ്വാധീനിക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ മസിൽസിൻ്റെ റോള് നമ്മുടെ ആരോഗ്യത്തിന് ഏറ്റവും നിർണായക പങ്ക് വഹിക്കുന്ന ഒരു സംഗതി തന്നെയാണ്. മസിൽസിന് ഉദ്ദേശിക്കുന്നത് പെരുപ്പിക്കുന്ന മസിൽസ് ഒന്നുമല്ല, ഉള്ള മസിൽസിനെ ടോൺ ചെയ്ത് കൊണ്ടു കടന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ നമുക്ക് ഫാറ്റ് ഡെപ്പോസിറ്റ് ഇല്ലാതെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടാവും. ദെയർബൈ യു ക്യാൻ പ്രിവെൻറ്റ് type 2 ഡയബറ്റീസ്.